ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് പറയാൻ പോലും കിട്ടുന്നില്ല കേട്ടോ. നീ ചെയ്ത് തീർക്കുമ്പോൾ എങ്ങനെയാവുമോ എന്തോ. അപ്പോൾ എന്തായാലും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യണതാണ്. അപ്പോൾ ആയുധങ്ങളുമായിട്ട് നമ്മൾ പടക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം റെഡി ആയതല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഡി ആവലും കൂടിയാണത്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം പൗഡറാണ് ഇടുന്നത്. അപ്പോൾ ഇത് പോൺസിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ. നമ്മുടെ കടയിൽ കുറച്ച് പൗഡറൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതിനൊന്നും ഇങ്ങോട്ട് ഇതാണ്. അപ്പോൾ അതൊക്കെ നല്ല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ പുരുകൊന്ന് കറുപ്പിച്ച് നീട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണെഴുതുന്നത് ഞാൻ കൺമഷി കൊണ്ടാണ് കേട്ടോ. അത് കൺമഷി ഇപ്പോൾ എവിടെയൊന്നും കാണാനില്ല. അപ്പോൾ ഇന്നലെ കൊടുന്നതാണ്. കൺമഷി പോലെ തന്നെയാണ് പറഞ്ഞിട്ട് ഇന്നലെ കൊടുന്നതാണിത്. ഇതുകൊണ്ട് എഴുതുമ്പോൾ പേടിച്ചിട്ടാണ് എഴുതുന്നത്. ഇതിൻ്റെ കൂർപ്പ് കൊണ്ട് എൻ്റെ കണ്ണ് പൊട്ടി പോവുക പേടിച്ചിട്ട് എഴുതുകയാണ് കേട്ടോ. ഇത് നല്ല തന്നെയാവും, പക്ഷേ എഴുതി ശീലമില്ലാത്തതുകൊണ്ട് ഇത് എഴുതുമ്പോൾ കൺമഷി കൊണ്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ കൺമഷി കൊണ്ട് എഴുതിയാൽ ഞാൻ ഐലൈനർ കൊണ്ട് ഒന്ന് കണ്ണിൻ്റെ വാലൊന്ന് വരച്ചു കൊടുക്കലുണ്ട്. അങ്ങനെ കണ്ണിൻ്റെ പണി കഴിഞ്ഞു. ഇനി പൊട്ടിൻ്റെ പണി. പൊട്ട് ഡ്രസ്സ് ഏതിടണോ അതിൻ്റെ മാച്ചായിട്ടുള്ളതുണ്ടെങ്കിൽ അങ്ങനെ ഇടും കേട്ടോ. അത് കമ്മലോ മാലേ വളേ ഏതാണെങ്കിലും ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒന്ന് മാച്ച് നോക്കണ ഒരു പ്രത്യേക ശീലമുണ്ട് കേട്ടോ. പിന്നെ എന്നെ ഗുണദോഷിച്ചുകൊണ്ട് 2 ജഡ്ജസിൻ്റെ അടുത്തിരിപ്പുണ്ട് കേട്ടോ. അവരുടെ ഓരോ വർത്തമാനം കേട്ടോ എനിക്ക് ഇങ്ങനെ ചിരി വരുന്നത്. അപ്പോൾ 2 ജഡ്ജസ് പറയണ കാര്യം എന്താ വെച്ചാൽ, ഇതൊന്നല്ല ഒരു ഗെറ്റ് റെഡി വിത്ത് മീ, ഇങ്ങനത്തെ ഒന്നും എവിടെയും കണ്ടിട്ടില്ല. മേക്കപ്പ് ബോക്സ് ഇല്ല, മേക്കപ്പ് ബോക്സിലത്തെ മേക്കപ്പ് ആണ് മേക്കപ്പ്, അതുകൊണ്ട് അതുപയോഗിച്ചുകൊണ്ടുള്ളതാണ് മേക്കപ്പ്, ഇതിന് മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ ഓരോന്ന് പറയണൊക്കെ ഉണ്ട്. എന്നാലും ആലോചിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് തന്നെയാണോ ശരിയെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ എന്തായാലും അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ ഞാൻ വളമിട്ടു, കമ്മലിട്ടു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് ചെവി തിന്നണ ജഡ്ജസിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇനി മൂക്കുത്തി ഇട്ട് കൊടുക്കുകയാണ്. മൂക്കുത്തി ഇതായത് ചെറിയൊരു മൂക്കുത്തിയാണ്. ആദ്യം ഇട്ടുന്നത് നിറം പോയിട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് മാറ്റി കൊടുക്കുന്നത്. പിന്നെ അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ മുടി കെട്ടണ കാര്യത്തിലാണ്. ഇത് ഞാൻ വെറുതെ ഒന്ന് കെട്ടി നോക്കിയതാണ്. അപ്പം മുടി കെട്ടണോ കെട്ടണ്ടേ, കെട്ടിയാലോ ഇല്ലെങ്കിലും ഒരു തൃപ്തിയും വരുന്നില്ല കേട്ടോ. അപ്പം ഇനി സാരിയാണ് എടുക്കണത്. സാരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉടുക്കാൻ അത്ര വൃത്തിയായിട്ട് അറിയില്ലെങ്കിലും സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിയാന്നൊക്കെ പാറ് പറഞ്ഞത് എന്താണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ.